അത് നമ്മള് മാപ്പായിട്ട് കണക്ക് കൂട്ടി വെറുതെ വിട്ടേരെ. കൊല്ലണ്ട. പേടിപ്പിച്ച് വിട്ടേരെ. ഐ ആം സോറി എടുത്തിട്ട് കഷ്ടം. അതായത് നിങ്ങൾ തോൽവി സമ്മതിച്ചു എന്നുള്ള അർത്ഥമല്ലേ അത്. ഞാനത് ദേവിയോട് പറഞ്ഞ സോറിയാണ്. അത് ഇതിന്റെ കൂടെ അതെ. ചേർത്തിട്ട് ദേവിയോട് സോറി പറയണ പറഞ്ഞേ. എനിക്ക് പ്രശ്നമില്ലല്ലോ നിങ്ങളുമായിട്ട്. ദേവിയോട് സോറി പറയണ പറഞ്ഞ നിങ്ങൾ സോറി പറഞ്ഞു. ഞാൻ പറയില്ല. അയ്യോടാ പാവം എനിക്ക് വല്ലതും ഒക്കെ വിളിക്കാന്ന്. ഒന്നല്ലെങ്കിൽ ഞങ്ങൾ ഒരേ നാട്ടുകാരല്ലേടാ. ഞങ്ങൾ ഒരേ നാട്ടുകാരല്ലേ. അല്ല അവിടെ നിങ്ങൾ അവിടെ എത്തുന്ന നേരത്ത് അവള് വണ്ടി പിടിച്ച് വരും കേട്ടോ. ഈ പിൻ ചെയ്തതിന് ഞാൻ പകരം ചോദിക്കും ജോ. ഈ പിൻ ചെയ്തതിന് ഞാൻ പകരം ചോദിക്കും ഇത്. ദേവി ഇത് അവിടെ നീ ഒന്ന് കൺഫേം ചെയ്തേ. എന്നോട് പറഞ്ഞ സോറി. അവളുടെ സന്തോഷം കിട്ടോ. എന്നോട് പറഞ്ഞ സോറി. മരമാക്രി ചിരിക്ക് നീ ശരിയാക്കി തരാട്ടാ. ഈ സോറിക്ക് ഞാൻ ഇരിക്കട്ടെ. ഇത് ഞാൻ ശരിയാക്കി തരാം. ഇതിനുള്ള പണി ഞാൻ തരാം. സീരിയസ്ലി ഇവിടെ വരുന്ന ആൾക്കാർ വിചാരിക്കും ദേ ലിൻഡോ അവിടെ ഇരുന്ന് മാപ്പരക്കാണ്, ഇവിടെ ഇരുന്ന് മാപ്പരക്കാണെന്ന് വിചാരിക്കും ആൾക്കാര്. കഷ്ടം. എന്റെ മനസ്സ് നിറഞ്ഞു ജോമുത്തേന്ന്. ആഹാ രണ്ടും കൂടെ ഒരുമിച്ച് ശരിയാക്കി തരാം. ജോയ്ക്കുള്ളത് ഞാൻ പ്രത്യേകം തയ്യാറാക്കി എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണിക തിരിച്ചായിട്ട് പാർട്ടായിട്ട് എനിക്ക് ഇന്നും കൂടെ വരാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാ. മോക്കുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മോളെ നാളെ ലൈവ് ഇടൂലോ, പകല് ലൈവ് ഇടൂലോ. അപ്പൊ ഞാൻ തരാം കേട്ടോ. കൃത്യമായിട്ട് എഴുതി പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദേവി, കുരുപ്പേ, പൂലാൻ ദേവി, മൂദേവി, കാട്ടുദേവി, കരിങ്കാളി ദേവി, നിനക്കുള്ളത് ഞാൻ ശരിയാക്കി തരാടി കുരുപ്പേ. നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കും. നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കൂല. ഞാൻ ശരിയാക്കി തരാം നിനക്ക്. നീ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ഓർത്തു നീ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ഇനി ലൈവ് ഇടൂല. എന്റെ നാത്തു കണ്ടു, എന്റെ അമ്മ കണ്ടു, എന്റെ അമ്മൂമ്മ കണ്ടു, എന്റെ വല്യപ്പൂപ്പ. നിങ്ങൾ ആ അഭിനയത്തിൽ വീണതായിരുന്നു ഈ സോറി. അതില് വീണ് പറഞ്ഞു പോയതാണ് സോറി. അപ്പൊ ദേ ഇവിടെ തിരിച്ചു വന്നേക്കണം. ഇത് അന്യം മാറോ ഇങ്ങനെ? ഇത് അന്യനും അമ്പി റെമോയൊക്കെ പോലെ ദേ ഇങ്ങനെ നോക്കി അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയായത്. കണ്ടാ നിങ്ങൾ ഇവിടെ സോറി പറഞ്ഞു മെഴുകുവാണ്. അല്ല എനിക്ക് അല്ല ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കാത്തെ? അതെന്താ ഞാൻ ചിന്തിക്കാത്തെ? ഞാൻ ഇങ്ങനെ ചിന്തിക്കാത്തെ? ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കാത്തെ? ഞാൻ നേരത്തെ ചിന്തിച്ചു ഇങ്ങനെ ഡിലീറ്റ് ചെയ്തെങ്കിലോ. പിന്നെ ഞാൻ മിണ്ടാതിരുന്നു. തീരായിരുന്നു മാക്കാനേന്ന് പറയുന്നുണ്ട്. പറഞ്ഞാ മതി, നീ പറഞ്ഞാ മതി. അതൊരു ലിൻഡോ കെ ഫിലിപ്പ് എഴുതി പ്രാന്ത് വായി പോയ ഒരു കാര്യാക്കണ്ട. നീ പറഞ്ഞാ മതി. നിന്റെ അമ്മായിയമ്മയോടും നാത്തൂനോടും ഒക്കെ പറഞ്ഞാ മതി. പിന്നെ മരുമോളുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിരിക്കട്ടെ അവരും. നാത്തൂനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. എന്റെ ദൈവമേ, ഈ സാഡി മോജി. എടി ജോമുത്ത ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് മാപ്പ് പറഞ്ഞതിന്റെ. വേഗം സ്ക്രീൻഷോട്ട് എടുത്തോടി. ഞാൻ എടുത്തു സ്ക്രീൻഷോട്ട് എടുത്തു. എനിക്ക് കുഴപ്പമില്ലെന്ന്. സ്ക്രീൻഷോട്ട് എടുത്തോ. ശരിയാക്കി തരാം മോളെ ദേവി കലാക്ഷേത്ര. ശരിയാക്കി തരാം കേട്ടാ. ശരിയാക്കി തരാം. ഒരു പാട്ട് പാടണമല്ലോ. ഏത് പാട്ടാ പാടണേ? അസുരു എവിടെ പോയി? എടാ അസുരു ഒരു പാട്ട് പറയടാ. എനിക്ക് സന്തോഷമായി ജോമത്തെ. കുഴപ്പമില്ല മോളെ. പണി വരുന്നുണ്ട് അവറാച്ച എന്ന്. എടാ അസുരു, ഞാൻ ഇന്ന് പോയി നല്ല ചിമിട്ടാൻ പണി കൊടുത്താണ്. ഇന്നലെ രാത്രി വന്നിട്ട് ഈ കുരുപ്പീട് രണ്ടും കൂടെ നീ കണ്ടതല്ലേ? നീ സാക്ഷിയല്ലേ എനിക്കിട്ട് തരുന്ന പണി. അതുകൊണ്ട് ഇന്ന് നല്ല ചിമിട്ടാൻ പണി ദേവിയുടെ ലൈവിൽ പോയി ഞാൻ കൊടുത്തതാണ്. അതാ ഈ പൊട്ടിക്കരയണ സങ്കടമൊക്കെ കണ്ടില്ലേ നീ? അതാണ് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നതും ചെയ്തു കൂട്ടുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചു പണി കെട്ടിയിട്ടേ നമ്മൾ ഈ ഭൂമി വിട്ട് പോകുള്ളൂ. അസ്ലു ഇന്ന് കറക്റ്റ് 9 മണിയാവുമ്പോൾ ലിൻഡോപ്പന്റെ ചാനലിൽ പിന്നെ അപ്പൊ നിങ്ങൾ കാതൽ റോജാവെങ്കിൽ അയ്യോ ഞാനോ അതൊന്നും കിട്ടൂലടാ അസ്ലു. അതൊന്നും കിട്ടൂലടാ മുത്തേ. കർമ്മയില്ല, ഒരു മാങ്ങാത്തോലിയില്ലാന്ന്. നിനക്ക് കിട്ടിയിട്ടില്ലടാ മാക്രി ഗോപാല. നിനക്ക് കിട്ടുന്ന സമയമായിട്ടുള്ള ഗോപാല. കൃത്യമായിട്ട് കിട്ടും നിനക്ക്. കൃത്യമായിട്ട് നിനക്ക് കിട്ടും. കിട്ടുമ്പോ നീ വിശ്വസിച്ചോളും. നിനക്ക് എന്നിട്ട് പെട്ടെന്ന് പോകും. എന്നാ ഇവിടെ കുറച്ചേരം ലൈക്കടിക്കടാ മാക്രി. വെൽക്കം മാക്രി, വെൽക്കം. നിനക്ക് കിട്ടൂടാ. നിനക്ക് കർമ്മ കിട്ടും നിനക്ക്. അപ്പൊ നീ പഠിച്ചോളും നീ കേട്ടാ. എന്റെ ജോ ഈ റീട്രാക്ട് ചെയ്തേക്കണ മെസ്സേജ് ഒക്കെ പിൻ ചെയ്ത് വെക്കല്ലേ. ആൾക്കാർ ഇത് എന്ത് വിചാരിച്ചു? നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ റിട്രാക്ട് ചെയ്യുന്ന ആരറിഞ്ഞു? ഞാനൊരു മാപ്പും